ഇതുപോലൊരു വെറൈറ്റി ചക്ക വെച്ചുള്ളൊരു വിഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, കൊള്ളാമെന്ന് നോക്കിക്കൊണ്ടാണ് വീണ്ടും ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത് പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് പായസമൊന്നുമില്ല, പാലൊന്നും ചേർക്കുന്നില്ല. ഇത് ചക്ക ഇതുപോലെ പഴുത്ത ചക്ക ഇതുപോലെ കുനുകുന അരിഞ്ഞെടുക്കുക. ഒരു പാനിലോട്ട് ഇതിട്ട് കൊടുക്കുക. നല്ല മധുരമുണ്ട്, എന്നാലും ആവശ്യമായിട്ടുള്ള ഇച്ചിരി ചക്കയുള്ളത് കൊണ്ട് കുറച്ച് ശർക്കര, അതുപോലെ ഇത് വേകാൻ വേണ്ടി ഇച്ചിരി വെള്ളം, ഒരു ഏലക്ക ഇച്ചിരി പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം വെന്ത് നമ്മൾ ഒഴിച്ച വെള്ളം, ഒത്തിരി വെള്ളം ഒഴിച്ചില്ല, വെള്ളം ഒഴിച്ചെല്ലാം വറ്റി, ശർക്കര എല്ലാം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അവിടെ മിക്സ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് വരണ്ട് വരണം. നെയ്യും കൂടെ ഒഴിച്ച് വരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കുമ്പോൾ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ചൂട് മാറിയ ശേഷം നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പപ്പടവും ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കട്ടെ. ശരിക്കും നമ്മളിപ്പം ഏത്തക്കയുടെ പായസം നമ്മൾ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ അതുപോലെ ഏത്തക്ക പായസമൊക്കെ നമ്മൾ പ്രഥമനൊക്കെ കഴിക്കത്തില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പപ്പടം കൂടി തന്നെ കഴിക്കണം, നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം ചക്കയുടെ സീസണല്ലേ, ഇപ്പം പാലൊന്നും വേണ്ട, പക്ഷേ പാലൊന്നും വേണ്ട, ശർക്കര എല്ലാം ചേർത്തിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും.